സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ടി കെ മാധവനാണ്. ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആര്? ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? അരുവിപ്പുറം പ്രതിഷ്ഠ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. 1888. വൈദ്യുത പ്രക്ഷോഭം നടന്നത് ഏത് സ്ഥലത്താണ്? വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇന്ത്യൻ സമയം കണക്കാക്കുന്ന രേഖാംശം ഏതാണ്? ഇന്ത്യൻ സമയം കണക്കാക്കുന്ന രേഖാംശം കിഴക്ക് 82.5 ഡിഗ്രി രേഖാംശമാണ്. കിഴക്ക് 82.5 ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്ന രേഖാംശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST അഥവാ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? 101ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 വരുന്നത്. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം വരുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? വിവരാവകാശ നിയമം പാസാക്കിയത് 2005. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച്, അതായത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏത്? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക എത്രാമത്തേതാണ്? 7ാം പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 7ാം പട്ടിക. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമാണ്. 42ാമത്തെ ഭേദഗതിയാണത്. ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 42ാം ഭേദഗതി. ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഒരു ബില്ല് ധനകാര്യ ബിൽ അല്ലെങ്കിൽ മണി ബിൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കറാണ് ഒരു ബില്ല് അത് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. മനുഷ്യ ശരീരത്തിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന പ്രധാന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന പ്രധാന അവയവം കരളാണ്. കരൾ. നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അന്തരീക്ഷ അപവർത്തനം. അന്തരീക്ഷ അപവർത്തനം എന്ന പ്രതിഭാസം മൂലമാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ഏതാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ് വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ്. UPIയുടെ പൂർണ്ണരൂപം? യുപിഐയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാണ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നതാണ് UPIയുടെ പൂർണ്ണരൂപം. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം? മിനിമം ഗവൺമെന്റ്
മാക്സിമം ഗവേണൻസ് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് നീതി ആയോഗുമായിട്ടാണ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നീതി ആയോഗാണ്. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിന്റെ രചയിതാവ് ആര്? ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്കിന്റെ രചയിതാവ് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപാതാളം എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 11 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഏറ്റവും ചെറുത് സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനമാണ്. സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം താപവൈദ്യുതി, തെർമൽ പവർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതി. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബിയാസ് നദിയാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏതാണ്? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏതാണ്? കൽക്കരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയാണ്. ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയാണ് അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വേവ് എനർജി പ്രോജക്റ്റ് ഏതാണ്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. നദി വളഞ്ഞൊഴുകിയ ഭാഗം പ്രധാന നദിയിൽ നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ അറിയപ്പെടുന്നതാണ് ഓക്സ്ബോ തടാകങ്ങൾ. നദി വളഞ്ഞൊഴുകിയ ഭാഗം പ്രധാന നദിയിൽ നിന്നും വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ അറിയപ്പെടുന്നു ഓക്സ്ബോ തടാകങ്ങൾ. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏതാണ്? ഏറ്റവും ഉയരത്തിലുള്ളത് ഏതാണ്? ഏറ്റവും ഉയരത്തിലുള്ളത് എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന പർവ്വത നിര ഏത്? പശ്ചിമഘട്ടം പൂർവ്വഘട്ടവുമായിട്ട് കൂടിച്ചേരുന്ന പർവ്വത നിര ഏതാണ്? നീലഗിരി പർവ്വത നിരകളാണ്. നീലഗിരി പർവ്വത നിരകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മോസിൻഡ്രാമിലാണ്. മോസിൻഡ്രാം. ഇന്ത്യയിലെ പ്രധാന ശീത മരുഭൂമി കോൾഡ് ഡെസേർട്ട് ഏതാണ്? ഇന്ത്യയിലെ പ്രധാന ശീത മരുഭൂമി ലഡാക്കാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്താണ്? ബീറ്റ കരോട്ടിൻ.
ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. ജീവകം ഡിയുടെ, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലാസിയ എന്നത്. ഓസ്റ്റിയോമലാസിയ എന്തിന്റെ അപര്യാപ്തത രോഗമാണ്? ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് ഓസ്റ്റിയോമലാസിയ എന്നത്. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം B9ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ജീവകം B9 ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയയാണ്. ജീവകം B9ന്റെ കുറവ് മൂലമുണ്ടാകുന്നു മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം B9 ആണ്. ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നത് എന്തിന്റെ അപര്യാപ്തതയാണ്? ജീവകം B12ന്റെ അപര്യാപ്തത മൂലമാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്. നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എത്രയാണ്? നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 7 ഗ്രാം ആണ്. 7 ഗ്രാം. കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോണോമീറ്റർ. കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോസിമീറ്റർ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോസിമീറ്റർ. രാത്രികാലങ്ങളിൽ പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നതിന്റെ കാരണം എന്താണ്? ടപ്പേറ്റം ലൂസിഡം എന്ന ആവരണമാണ്. ടപ്പേറ്റം ലൂസിഡം എന്ന ആവരണം. ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയത്തും കാണുന്നതാണ്. ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയത്ത് കാണുന്നതാണ് ബൈനോക്കുലർ വിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. മഗ്ന കാർട്ട രൂപം കൊണ്ടത് എവിടെയാണ്? മഗ്ന കാർട്ട രൂപം കൊണ്ടത് ബ്രിട്ടനിലാണ്. ബ്രിട്ടൻ. മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226 ആണ്. അനുച്ഛേദം 226. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് W.C. ബാനർജി. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ C. ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനം. സമരത്തീച്ചുളയിൽ ആരുടെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് സമരത്തീച്ചുളയിൽ. ആരുടേതാണ്? E.K. നായനാറിന്റെ ആത്മകഥയുടെ പേരാണ് സമരത്തീച്ചുളയിൽ എന്നത്. 1961 പ്രശസ്തമായ അമരാവതി സത്യാഗ്രഹം നയിച്ചത് ആര്? A.K. ഗോപാലനാണ്. A.K. ഗോപാലൻ. മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 21. ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ് എന്നത്? സ്പോണ്ടിലൈറ്റിസ് ബാധിക്കുന്നത് നട്ടെല്ലിനെയാണ്. സ്പോണ്ടിലൈറ്റിസ് ബാധിക്കുന്നത് നട്ടെല്ലിനെയാണ്. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു എന്താണ്? ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്ജീൻ. പേര് ഫോസ്ജീൻ. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആര്? അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള.
അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. മന്ത് പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? മന്ത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ക്യൂലെക്സ് പെൺകൊതുകുകൾ. സ്വർണം ലയിക്കുന്ന ലായനി അക്വാറീജിയ. സ്വർണം ലയിക്കുന്ന ലായനിയാണ് അക്വാറീജിയ. വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്രയാണ്? വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡിയാണ്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. ബോംബെ ക്രോണിക്കൽ പത്രത്തിന്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മേത്ത. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകാണ്. കുരുമുളക്. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്നത് സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഇന്ത്യയെ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് പ്രഖ്യാപിക്കുന്നത്? ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 1 ഇന്ത്യയെ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുന്ദർബൻസ് ഡെൽറ്റ ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. ഗംഗാ നദി, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. മാനോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21. ജൂൺ 21. നിഴൽ തങ്ങൾ ആരാധനാലയം സ്ഥാപിച്ചത് ആര്? നിഴൽ തങ്ങൾ എന്ന ആരാധനാലയം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം നടന്നത് ഏത് വർഷമാണ്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. 1697. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. എറണാകുളം. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല ഏത്? കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരമാണ്. എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി ജനവിഭാഗം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി ജനവിഭാഗമാണ് പണിയർ. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 104 ഭരണഘടനാ ഭേദഗതി. 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത്. മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്.
കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ്. 1998. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനം ഏത്? പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്ന സ്ഥാപനം ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC ആണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതി. അറ്റോമിക് നമ്പർ 1 മൂലകം ഏത്? അറ്റോമിക് നമ്പർ 1 മൂലകമാണ് ഹൈഡ്രജൻ. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം. ഒപ്റ്റിക്കൽ ഫൈബറിലെ ശാസ്ത്രീയ തത്വമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. PT ഉഷയുടെ ആത്മകഥയുടെ പേരാണ് ഗോൾഡൻ ഗേൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ഫാക്ട്: ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥാപിതമായ വർഷം. ഫാക്ട്: സ്ഥാപിതമായ വർഷം 1943 ആണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ. പ്രകാശവർഷം, ലൈറ്റ് ഇയർ, എന്തിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്? പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്നത് ദൂരത്തെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു ലൈറ്റ് ഇയർ എന്നാൽ എന്താണ്? പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ. ഇത് എന്തിനെ അളക്കാൻ ഉപയോഗിക്കുന്നു? ദൂരം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം ജില്ല. പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.